കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ പിതൃക്കൾ തൃപ്തരായാൽ സമൃദ്ധി നിശ്ചയം. ഇന്ന് പലരും അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്. അവർ കഷ്ടപ്പെടുന്നുണ്ട്, പ്രയത്നിക്കുന്നുണ്ട്, പക്ഷേ പ്രയത്നിക്കുന്നതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല. കഷ്ടപ്പെടുന്നതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് ഇവർക്ക് ഉണ്ടാവുന്നില്ല. അല്ലെങ്കിൽ എന്ത് വന്നാലും, എന്ത് ഭാഗ്യം ഉണ്ടെങ്കിലും, എന്ത് ഐശ്വര്യം ഉണ്ടെങ്കിലും ഒരു ഓണം വന്നാലും ഉണ്ണി പിറന്നാലും ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ. വീട്ടിലൊരു മംഗളകർമ്മം നടക്കത്തില്ല. ഒരു സമാധാനം, ഒരു സ്വസ്ഥത വീട്ടിൽ നിലനിർത്താൻ സാധിക്കുന്നില്ല. ഒന്നല്ല നല്ല രീതിയിൽ പ്രശ്നങ്ങൾ, നമുക്ക് അലട്ടലുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് ജ്യോതിഷത്തിൽ പറയുമ്പോൾ ദേവേർവ ധർമ്മദേവേർവ ഫണിവിധ ബ്രാഹ്മണ ഗുരു സയോഭൂത, നമുക്ക് ആ ഒരു ശ്ലോകത്തിൽ പറയുന്ന പ്രകാരം പറയുമ്പോഴേ ആദ്യം നമുക്ക് ദേവവിഷയങ്ങൾ, കുടുംബദേവത, ധർമ്മദേവതാ വിഷയങ്ങളൊക്കെ ചിന്തിക്കണം. അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും മിക്കവർക്കും കാണാൻ വഴിയില്ല. അടുത്ത നമ്മൾ ചിന്തിക്കേണ്ട പ്രധാന വിഷയം പിതൃക്കളുടെ വിഷയമാണ്. പിതൃക്കൾ നമുക്ക് തൃപ്തരായിട്ട് നിന്ന് കഴിഞ്ഞാൽ, പിതൃപ്രീതി ഉണ്ടെന്നൊരിക്കൽ നമുക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥയില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളിലും അവരുടെ സപ്പോർട്ട്, അവരുടെ അനുഗ്രഹമാണ് ആവശ്യം. പിതൃശാപം കൊണ്ട് നമ്മൾ എവിടെ പോയാലും, എന്ത് കർമ്മങ്ങൾ ചെയ്താലും, എത്ര പാപനാശത്തിൽ മുങ്ങി നിവർന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു നേട്ടം ഉണ്ടാവില്ല. ചിലർ പറയും നമുക്ക് പിതൃക്കൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. വാവിന് ബലിയിടാറുണ്ട്, വാവിന് അട വെക്കാറുണ്ട്, അതുപോലെ ഉത്രാട പൂജ കരിക്കും തിരുമൂരും കള്ളുമൊക്കെ വെക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടെന്ന് പറയും. പക്ഷെ അതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ വീട്ടിൽ മരിച്ചുപോയ ഒരുപാട് പിതൃക്കളുണ്ട്. ഈ ഇളഞ്ഞി അടക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ഈ വാവട വെച്ചാലോ ബലിയിട്ടാലോ എങ്ങനെ സ്വീകരിക്കുന്നത്? ഇവരെ സുദർശനോമാതി കാര്യങ്ങൾ ചെയ്ത് എവിടെങ്കിലും ആവാഹിച്ചിരുത്തിയിട്ട് ബലിയിട്ടെങ്കിലല്ലേ ബലി സ്വീകരിക്കുകയുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക. ഇരുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഇരുത്തി എന്ന് പറയും, പിന്നെയും പിതൃദോഷം കാണിക്കുന്നുണ്ട്. ഇരുത്തിക്കഴിഞ്ഞ് 41 ദിവസം കഴിയുമ്പോൾ നല്ലൊരു ജ്യോതിഷം എടുത്തു പോയി നോക്കണം. പിതൃക്കൾ ഇരുന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ഇരുന്നിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇരുന്നിട്ടില്ല, അതിന് തൃപ്തിക്കുറവ് എന്തെങ്കിലും ഉണ്ടോ, ഇവിടെ എന്തെങ്കിലും വസ്തുക്കൾ വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇരിക്കാത്തത്. ആ വസ്തുക്കൾ ആ ഇരുത്തിയ ക്ഷേത്രത്തെ കൊണ്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും പിതൃക്കൾ ഇരിക്കും. അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളേ ഉള്ളൂ. അതൊക്കെ നോക്കി വേണ്ട കാര്യങ്ങൾ ചെയ്യണം. പിതൃക്കളെ ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ തന്നെ വാവട വെക്കുമോ, ഓണത്തിന് സദ്യ വെക്കുമോ, ഉത്രാടത്തിന് തിരുമൂരം കരിക്കും കള്ളുമൊക്കെ വെക്കുമോ, ഒന്നും ചെയ്യാൻ പാടില്ല. ഇവരുടെ മാലയിട്ട് ഫോട്ടോ വെച്ച് വിളക്ക് കത്തിക്കുക, ഇവരെ ഓർത്ത് കരയുക, ഇവർക്ക് വേണ്ടി മുറുക്കാൻ വെക്കുക, ഒന്നും ചെയ്യാൻ പാടില്ല. അവരെ ഇരുത്തിയാൽ അവർ ദേവസങ്കല്പമായി, വിഷ്ണു സങ്കല്പമായി, അവർ വിഷ്ണുവിൻ്റെ അംശമായിട്ട് ഈ ജന്മത്തിലെ കർമ്മബന്ധങ്ങൾ നീക്കി അടുത്ത ജന്മത്തിലേക്ക് ആ പുണ്യാത്മാവിനും പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിഷ്ണു ഭാഗത്തെങ്കിലാകൊണ്ട് ലയിപ്പിക്കേണ്ടത്. കേരളത്തിലെ 5 ക്ഷേത്രങ്ങളാണ് പിതൃക്കളെ ഇരുത്താൻ പറയുന്നത്. തിരുവല്ലം, തിരുനെല്ലി, വർക്കല, ചേലാമറ്റം, തിരുവല്ലുവാരം. ഇത് പണ്ട് തൊട്ടേ ഉള്ള ക്ഷേത്രങ്ങളാണ്. പിന്നീട് പുതിയ ക്ഷേത്രങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അവിടെ എത്തിയാലും തെറ്റില്ല. എന്തായാലും നിത്യം തിലഹോമം, പിതൃപൂജ, സായുജ്യാദി കർമ്മങ്ങൾ, നിത്യം ബലികർമ്മങ്ങൾ ചെയ്യുന്ന ക്ഷേത്രത്തെ വേണം പിതൃക്കളെ ഇരുത്താൻ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വിധിപ്രകാരം ചെയ്ത് ഇരുത്തിയ ഒരു പിതൃവിൻ്റെ പൂർണ്ണമായ അനുഗ്രഹവും പൂർണ്ണമായ പിന്തുണയും നിങ്ങളുടെ കുടുംബത്തിലും കുടുംബാംഗങ്ങളിലും പ്രവൃത്തി മേഖലയിലും ബിസിനസ്സിലും എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും. സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ പിതൃക്കളുടെ പ്രീതി ഉണ്ടെങ്കിൽ സമൃദ്ധി നിശ്ചയമായിട്ടുള്ള കാര്യമാണ്, മാറ്റമില്ലാത്തൊരു കാര്യമാണ്. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.